കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ രവീന്ദ്രൻ രാവണേശ്വരത്തിന്റെ ഇന്ത്യൻ സ്വസ്തികയുടെ നിഴൽ എന്ന പുസ്തകം ചർച്ച ചെയ്തു. കാസർഗോഡ് ഡയലോഗ് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡിന്റെ സായാഹ്നത്തിന് സാഹിത്യ നിറവേകി തനിമ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ രവീന്ദ്രൻ രാവണേശ്വരത്തിന്റെ ഇന്ത്യ സ്വസ്തികയുടെ നിഴലിൽ എന്ന പുസ്തകം ചർച്ച ചെയ്തു. കാസർഗോഡ് ഡയലോഗ് സെന്ററിൽ നടന്ന പുസ്തക ചർച്ചയിൽ എഴുത്തുകാരും സാഹിത്യ സ്നേഹികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സത്യാനന്തര കാലത്ത് സത്യം വിളിച്ചു പറയുന്ന പത്രപ്രവർത്തനം ശക്തമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് തെളിയിക്കുന്നതാണ് ഇന്ത്യ സ്വസ്തികയുടെ നിഴലിൽ എന്ന പുസ്തകം. കുറെ ചരിത്ര സത്യങ്ങളെ വെളിപ്പെടുത്തുന്ന ബൃഹത്തായ ഈ പുസ്തകത്തെക്കുറിച്ച് വിശദമായ ചർച്ച തന്നെ നടന്നു. ചരിത്രത്തിൽ നാം നടന്നുവന്ന വഴികളിലും നടന്നുകൊണ്ടിരിക്കുന്ന വഴികളിലും എത്രമാത്രം അപകടം പതിയിരിക്കുന്നു എന്ന് നമ്മുടെ കൂടെ നടന്ന് കാണിച്ചു തരികയാണ് എഴുത്തുകാരനെന്ന് പുസ്തകത്തെക്കുറിച്ച് ചർച്ചയുണ്ടായി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുറഹ്മാൻ പുസ്തക ചർച്ച ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു പുസ്തകമില്ല രവീന്ദ്രനെ പ്രേരിപ്പിച്ച എഴുത്തുകാരൻ എന്നാണെങ്കിൽ പോലും തീർച്ചയായും ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അങ്ങനെ എല്ലാവരെയും സാക്ഷ്യത്തിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകാൻ ആഗ്രഹിക്കുകയാണ്. അഷ്റഫ് അലി ചേരങ്കൈ അധ്യക്ഷത വഹിച്ചു. KPS വിദ്യാനഗർ സ്വാഗതം പറഞ്ഞു. അബൂത്വായി പുസ്തക പരിചയം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P ദാമോദരൻ, സാഹിത്യവേദി പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി, അഡ്വക്കേറ്റ് V സുരേഷ് ബാബു, എരിയാൽ അബ്ദുള്ള എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. അഡ്വക്കേറ്റ് VM മുനീർ, മധു S നായർ, MA നജീബ്, ഡോക്ടർ K ചന്ദ്രൻ, BK മുഹമ്മദ് കുഞ്ഞി, സലാം ചൗക്കി, KB അബൂബക്കർ, ഷാഫി സിദ്ധക്കട്ട, ശശി SKT, സലീം സന്ദേശം, രവീന്ദ്രൻ പാടി, റഹീം തെരുവത്ത്, അബ്ദുൽ ലത്തീഫ് കുന്നിൽ, അബ്ദുല്ല, അച്ചു കാസർഗോഡ്, ബഷീർ കൊല്ലമ്പാടി തുടങ്ങിയവരടങ്ങുന്ന വലിയൊരു സാംസ്കാരിക സദസ്സ് തന്നെ പുസ്തക ചർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.